അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിശുദ്ധ ഖുർആന്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണം, അതിനായി പ്രാർത്ഥിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രംഗത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നിർവഹിക്കാൻ കഴിഞ്ഞ മുഴുവൻ നന്മകളും അല്ലാഹു ഒന്നൊഴിയാതെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ബയ്യിന. സൂറത്തുൽ ബയ്യിനയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലും എടുക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം അല്ലേ? പകുതി ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ബാക്കി സമയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ والمشركين منفكين حتى تأتيهم البينة. അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ലം യകു യകുനിൽ ലദീന, അല്ലേ? ലദീന എന്നാകരുത്, ലദീന. ലം യകുനിൽ ലദീന അയ്യോ കഫറു 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 മിൻ അഹ്ലിൽ കിതാബി. അഹ് എന്ന് പറയരുത്, അഹ്ലിൽ എന്ന് അഹ്ലിൽ എന്ന് പറയരുത്, അഹ്ലിൽ. അഹ്ലിൽ കിതാബി. അയ്യോ വൽ മുഷ് എന്ന് പറയരുത്, മുഷ് എന്ന് പറയരുത്, മുശ്രികീന. പിന്നെ മൂഫക്കീന, അല്ലെ? മണിച്ചോദണ്ടേ? മൂഫക്കീന. ഹത്ത ഹ ത ഹത്ത തഅതി ത എന്ന് പറയുന്നത് തഅതിയഹുമുൽ ബയ്യിന, തഅതിയഹുമുൽ ബയ്യിന. ഹത്ത തഅതിയഹുമുൽ ബയ്യിന. മൊത്തം ഓതുമ്പോൾ ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ഒറ്റയടിക്ക് കിട്ടണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇടക്ക് നിർത്തിക്കളി. എന്നിട്ട് നിർത്തുമ്പോ ആ ഒരു പദം കൂടി ചേർത്തി ഓതേ മതി. ഓക്കെ, അടുത്ത ആയത്ത് ഏതാ? റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ. അയ്യോ, എങ്ങനെ?
എങ്ങനെ മണിക്കണം? റസൂൽ റസൂലും മിനല്ലാഹി. യത്ലു എന്ന് പറയരുത്, യത്ലു 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 സ്വാദ് ഹ സുഹുഫം മുതഹ്ഹറ. അവിടെ സുഹു എന്നാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഹ മാറിയിട്ട് ഹായിലേക്ക് പോകാനുള്ള ചാൻസ് ഒന്ന് ശ്രദ്ധിക്കണം. സുഹുഫം കേട്ടോ, സുഹുഫം മുതഹ്ഹറ. അയ്യോ, അപ്പൊ ഒന്നുകൂടി നമുക്ക് ഓതി വെക്കാം അല്ലേ? റസൂലും മിനല്ലാഹി യത്ലു സുഹുഫം മുതഹ്ഹറ. أيوة فيها كتب قيمة. ഫീഹ എന്നാകരുതിട്ട് ഫീഹ കെട്ടുള്ള ഹ ഇല്ലേ? ഫീഹ കുതുബും ഖയ്യിമ. ഫീഹ കുതുബും ഖയ്യിമ. ഓക്കെ, അവിടെ കിട്ടെ. എന്നിട്ട് നമുക്ക് ഇത് വിശദീകരിച്ചിട്ട് മറ്റേലേക്ക് വരാം. അൽ ബയ്യിന എന്നാണ് സൂറത്തിന്റെ പേര് അല്ലേ? അൽ ബയ്യിന. എന്താ അൽ ബയ്യിന എന്ന് പറഞ്ഞാല്? വ്യക്തമായ തെളിവ് എന്നാണ് പറയാ. ഓക്കെ, വ്യക്തമായ തെളിവ്. അപ്പൊ എന്താന്നുള്ളതിന് നമ്മൾ വിശദീകരിക്കും. അപ്പൊ ഈ സൂറത്തില് ഹത്താ തഅതിയഹുമുൽ ബയ്യിന എന്നൊരു പദം വരുന്നില്ലേ? അപ്പൊ അത് വെച്ചിട്ടാണ് എന്താക്കിയത് ഈ സൂറത്തിന് ഇങ്ങനത്തെ ഒരു പേര് വരാനുള്ള കാരണം കേട്ടോ. ഓക്കെ, ഈ സൂറത്തിന്റെ ഒരു ആമുഖത്തിൽ നമ്മൾ പറയുമ്പോ പിന്നെ എത്ര ആയത്തുണ്ട്? മൊത്തത്തില് 8 ആയത്തുകളാണുള്ളത്. 8 ആയത്ത്. ഈ സൂറത്ത് മദനിയ അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പോ ശേഷം അവതരിച്ച സൂറത്താണ്. 8 ആയത്തിലാണ് മൊത്തമുള്ളത്. 98ാമത്തെ അധ്യായമാണ്. 98ാമത്തെ അധ്യായം. 412 അക്ഷരങ്ങളാണ് മൊത്തത്തിലുള്ളത്. എത്ര? 412. അപ്പൊ ഒരു സൂറത്ത് ഫുൾ ഓതി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മിനിമം ലെവലിൽ 4120 ഉറുപ്പിക അല്ല കൂലി അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ അതാണ് അതില് മൊത്തം 412ഓളം അക്ഷരങ്ങളാണ് മൊത്തത്തിലുള്ളത് കേട്ടോ. എന്താണ് ഈ സൂറത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയം? നമുക്കറിയാം ഈ ചെറിയ ചെറിയ സൂറത്തിന്റെ പ്രത്യേകത അല്ലെ എന്താ? കുറച്ച് വാചകങ്ങളിൽ കുറെ കാര്യങ്ങൾ എന്താക്കണ്ടാവും, പറയണ്ടാവും. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഖുർആനെ കുറിച്ചാണ്. വ്യക്തമായ തെളിവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖുർആനാണ്. അപ്പോ ആ ഒരു ഖുർആന് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഖുർആന് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട്. ഖുർആന് വന്നപ്പോൾ പല ആളുകൾ എന്താക്കി? അതിനോട് പിടിവാശി കാണിച്ചു. അത് സ്വീകരിക്കാതെ വോട്ട് കാട്ടി നിന്നു. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ, അപകടങ്ങളെ കുറിച്ച് എന്താക്കുന്നുണ്ട് ഈ സൂറത്തില് പരാമർശിക്കുന്നുണ്ട്. ഇനി ആയത്തുകൾക്ക് മുമ്പിൽ വിനയപ്പെട്ട വിശ്വാസിയുടെ ഗുണത്തെ കുറിച്ച് എന്താക്കുന്നുണ്ട് ഇതില് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ ഖുർആൻ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് കിട്ടുന്ന പരലോകത്തിലെ നേട്ടങ്ങളെ കുറിച്ചിട്ടും ഈ സൂറത്ത് എന്താക്കുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ജൂതന്മാരെ കുറിച്ചും നസ്രാണികളെ കുറിച്ചും മുശ്രിക്കുകളെ കുറിച്ചൊക്കെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവർക്കൊക്കെ പറ്റിയ അബദ്ധം എന്താണ്, അപ്പൊ നമ്മൾ അവരിൽ നിന്നും മാറേണ്ടതിന്റെ രീതി എന്താണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു ചെറിയൊരു പിന്നെ വിശദീകരണമാണ് നമുക്ക് ഈ സൂറത്തിലൂടെ കിട്ടാനുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സൂറത്ത് കിടക്കാം അല്ലേ? ശരി, ബിസ്മില്ലാഹ്. എന്താ ആദ്യത്തെ ആയത്ത്? ലം യകുനിൽ ലദീന കഫറൂ എന്നാണ്. ലം യകുൻ എന്ന് പറഞ്ഞാൽ എന്താ? ആയിട്ടില്ല എന്നാണ്. എന്താണ്? ആയിട്ടില്ല. ആരായിട്ടില്ല? അല്ലദീന കഫറൂ. ആരാ? അല്ലദീന പറഞ്ഞ നിങ്ങൾക്ക് അറിയാം, ഒരു കൂട്ടർ അല്ലെ? ഏതാ കൂട്ടർ? കഫറൂ, അവിശ്വസിച്ചവർ. അപ്പൊ മൊത്തം എങ്ങനെ അർത്ഥം വെക്കണ്ടേ? ലം യകുനിൽ ലദീന കഫറൂ പറയുമ്പോ അറബി എങ്ങനെ അർത്ഥം വെക്കണെന്ന് അറിയോ? ബാക്കിന്ന് ഇങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ബാക്കിന്ന് ഇങ്ങനെ പുറത്തേക്ക് അർത്ഥം വെച്ചാൽ എന്ന് പറഞ്ഞാല് അവിശ്വസിച്ച ഒരു കൂട്ടർ ആയിട്ടില്ല.
ക്ലിയർ അല്ലേ? കഫറു പറഞ്ഞാൽ അവിശ്വസിച്ചവർ, അല്ലദീനാർ ഒരു കൂട്ടർ, അവിശ്വസിച്ചവർ ആയിട്ടില്ല. പിന്നെ എങ്ങനെയുള്ള അവിശ്വസിച്ചവരാണ് പറയണത്? ആരിൽ നിന്നും അവിശ്വസിച്ചു പോയ ആളുകളെ പറയണത്? മിൻ അഹ്ലിൽ കിതാബി, മിൻ അഹ്ലിൽ കിതാബി. എന്താ അഹ്ലിൽ കിതാബ് എന്ന് പറഞ്ഞാല്? അഹ്ലിൽ കിതാബ് നമുക്കറിയുന്ന കാര്യമാണ്. ഏതാ? വേദക്കാര്. ആരപ്പാ വേദക്കാരിൽ ഉദ്ദേശിക്കേണ്ടത്? ജൂതന്മാരും നസ്രാണികളും. അപ്പോ ജൂതന്മാർ, നസ്രാണികൾപ്പെട്ട, അതേപോലെ തന്നെ വൽ മുശ്രിക്കീന, പിന്നെ ആരാ? മുശ്രിക്കീങ്ങളും. ഓക്കെ, അള്ളാഹുൽ ഷിർക്ക്, ഇതൊക്കെ ഞാൻ വിശദീകരിക്കട്ടോ. ഷിർക്ക് ചെയ്യുന്ന ആളുകളും. അപ്പോ എന്താ ആയത്തിന് മൊത്താർത്ഥം എങ്ങനെ വരും? വേദക്കാരിൽപ്പെട്ട അവിശ്വസിച്ച ആളുകളും അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളും ആയിട്ടില്ല. എന്തായിട്ടില്ല? മുൻഫക്ക് ആയിട്ടില്ല എന്നാണ്. മുൻഫക്ക്. അപ്പൊ എന്താ മുൻഫക്ക് എന്ന് പറഞ്ഞാല്? വേറിട്ട് പോവുക, വേറിട്ട് നിൽക്കുക. ഒക്കെ ഞാൻ വിശദീകരിക്കട്ടോ. വാക്കർത്ത് മാത്രം ഇപ്പൊ പറയണത്. മുൻഫക്കി എന്ന് പറഞ്ഞാല് വേറിട്ട് നിൽക്കുക, വേറിട്ട് പോയിട്ടില്ല. ഏതുവരെ? അവർക്ക് വരുന്നത് വരെ, അവർക്ക് വരുന്നത് വരെ. എന്ത് വരുന്നത് വരെ? അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. ഇപ്പൊ ഒന്നും എന്താണ് അതുകൊണ്ട് ഉദ്ദേശം ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയോ? ഒറ്റ നോട്ടത്തിൽ ഒന്നും കിട്ടൂല. നമ്മൾ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ആയത്തിന്റെ വാക്കർത്ത മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പൊ എന്താണ് ബയ്യനത്തെ നമ്മൾ പറയും, അഹ്ലി കിതാബ് ഒന്നും കൂടി പറയും. ഒക്കെ ഇതിന് നമ്മൾ വിശദീകരിക്കും കേട്ടോ. അപ്പൊ മൊത്തത്തിൽ അർത്ഥം വെക്കാം, ലം യകുനില്ലദീന കഫറു, അവിശ്വാസികളായിട്ടില്ല. ആരിൽപ്പെട്ട? മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട വിശ്വാസികളും വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളായ ആളുകളും ആയിട്ടില്ല. എന്തായിട്ടില്ല? മുൻഫക്കീന, വേറിട്ട് പോകുന്നവരായിട്ടില്ല. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവർക്ക് ബയ്യിനത്ത്, വ്യക്തമായ തെളിവ് വരുന്നത് വരെ. ഇതാണ് അതിന്റെ ഒരു അർത്ഥം. ക്ലിയർ അല്ലേ? ശരി. അപ്പൊ എന്താ അതിന്റെ ഉദ്ദേശം നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു വേദക്കാർ. ഉദ്ദേശം ആരാണ്? എന്തുകൊണ്ട് വേദക്കാർ എന്ന് പറയുന്ന കാരണം? അവർക്ക് എന്തായിട്ടുണ്ട്? ഖുർആൻ ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ മൂസാ നബിയിലൂടെ, ഈസാ നബിയിലൂടെ, അല്ലെ, ഇബ്രാഹിം നബിയിലൂടെ ഒക്കെ എന്തായിട്ടുണ്ട്? പ്രവാചകന്മാർ അവർക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ സത്യസന്ദേശം നേരത്തെ അറിയിക്കപ്പെട്ട ഭാഗ്യവന്മാരാണ് അവര്, ആണല്ലോ. അതുകൊണ്ടാണ് ജൂതന്മാർ, അതേപോലെ നസ്രാണികളും. യഹൂദികൾ ആരിലേക്ക് ചേർത്തി പറയാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക്. നസ്രാണികളോ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക്. നമുക്കറിയാം മൂസാ നബി ആകട്ടെ ഈസാ നബി ആകട്ടെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാണ്, അല്ലെ? ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാണ്. അവർക്ക് അവരാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് എന്താക്കിയിട്ടുള്ളത്? വന്ന് കൃത്യമായ റൂട്ട് അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതവിടെ ഉണ്ട്. ശരി. അപ്പോ ആ അഹ്ലു കിതാബുകാരെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുടെ ഉദ്ദേശ പദം നോക്കി നിങ്ങൾ, കഫറു എന്നാണ്, അവിശ്വസിച്ചു എന്നാണ്. അപ്പൊ ജൂത നസ്രാണികള് അള്ളാഹുവിന്റെ പിന്നെന്താ പറയാ, മഹാന്മാരായ മൂസാ നബിയുടെ പാത പിൻപറ്റുന്ന, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാത പിൻപറ്റുന്ന ആളുകളാണല്ലോ നമ്മൾ പൊതുവെ പറയാ. പിന്നെ എന്താ കഫറു എന്ന് പറയാനുള്ള കാരണം? അവര് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്താക്കി? അതിൽ നിന്നും അവരെന്തായിട്ടുണ്ട്? മാറിപ്പോയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് അവിടെ മിൻ എന്നൊരു പ്രയോഗം പറഞ്ഞു എന്നാണ് പണ്ഡിതന്മാര് പറയാ. നോക്കാങ്ങള്, ലം യകുനില്ലദീന കഫറൂ മിൻ എന്ന് പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം എന്താ അറിയോ? എല്ലാ ജൂതന്മാരും നസ്രാണികൾ എന്തായിട്ടില്ല? അവിശ്വസിച്ചിട്ടില്ല. അവരിൽ ചില ആളുകൾ എന്നാണ് ആ മിന്നിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? അപ്പൊ അഹ്ലു കിതാബിന്റെ അടിസ്ഥാനം എന്താണ്? അവര് ഹുനഫ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച അതേ റൂട്ടിൽ തന്നെ തൗഹീദിൽ ഒരു വക്രതയും കാണിക്കാതെ എന്തായിട്ടുണ്ട്? കൃത്യമായി നബി വരുന്നവരെയും ഫോളോ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. ക്ലിയർ അല്ലേ? എല്ലാ ആളുകൾക്കും പ്രശ്നം പറ്റിക്കണോ? ഇല്ല. ചില ആളുകളാണ് അവിശ്വസിച്ചവർ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പദം ഉപയോഗിച്ചത്? മിൻ. ക്ലിയർ അല്ലേ? മിൻ. ആ മിൻ എന്നുള്ള പ്രയോഗം വളരെ വ്യക്തമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധപൂർവ്വമാണ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോ ജൂത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് എല്ലാ ജൂതന്മാരും എല്ലാ നസ്രാണികളും പഴച്ചവരായിരുന്നോ? അല്ല, അവരിൽപ്പെട്ട ചില ആളുകൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇന്നപ്പുറത്തോ പിന്നെ അത് അടുത്ത ടീം വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞില്ലേ? മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷിർക്കിന് എല്ലാവരും. അവിടെ പിന്നെ എന്ത് ഉപയോഗിച്ചില്ല? മിന്ന് ഉപയോഗിച്ചില്ല. എന്തേ കാരണം?
ആ അതെന്താ? മുശ്രിക്കുകൾ നല്ലോറ്റല്ല, ഒക്കെ ബടക്കാണ് അല്ലെ. അള്ളാഹുൽ പങ്കുചേർക്കുന്ന എല്ലാം ഒരേ കാറ്റഗറിയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഈ ഷിർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഷിർക്ക് ചെയ്യണവരുണ്ട്? അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു ഹക്ക് വേറെ എന്തൊക്കെ പോയാലും അവരാരാണ്? മുശ്രിക്കാണ്. അപ്പൊ കല്ലിനെ വിളിച്ച് ഒരു മരത്തെ അല്ലെ, എന്തൊക്കെയൊക്കെയാണ് ആളുകൾ ആരാധിക്കുന്നത് അല്ലെ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് മുശ്രിക്കീങ്ങൾ പലതിനെയും ആരാധിച്ചിരുന്നു അല്ലെ, ഉണ്ടെന്നല്ലേ. അപ്പൊ അവരൊക്കെ എന്തായി? കാഫിറുകളാണെന്ന് കിട്ടി. അപ്പൊ എല്ലാ മുശ്രിക്കീങ്ങളും കാഫിറുകളാണ്, അല്ലെങ്കിൽ ആ നിലക്കുള്ള പിന്നെ ഇതിന്ന് ഔട്ടായ ആളുകളാണെന്നുള്ളത് വളരെ കൃത്യമാണ്. ഓക്കെ. അപ്പോ ഈ പറയപ്പെട്ട വേദക്കാരിൽപ്പെട്ട ചില അവിശ്വാസികളും മുശ്രിക്കീങ്ങൾ മുഴുവനും വേറിട്ടുണ്ട് വന്നിട്ടില്ല. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവർക്ക് ബയ്യിനത്ത് വന്നിട്ടല്ലാതെ. അപ്പൊ ബയ്യിനത്ത് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? വിശുദ്ധ ഖുർആനാണ് ഉദ്ദേശം. അപ്പൊ ഖുർആൻ വന്നപ്പോൾ ശരിക്കും അവർക്ക് ബോധ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയിട്ട് ശരിക്കും അങ്ങോട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ എന്തായി? ഈ പറയപ്പെട്ട മുശ്രിക്കുകളുടെ കൂട്ടത്തുനിന്നും നേരത്തെ പറഞ്ഞ അഹ്ലി കിതാബിന്റെ കൂട്ടത്തുനിന്ന് എന്താക്കി? വിശ്വാസികളായ ആളുകൾ ഇങ്ങോട്ട് പോകുന്നു, കുറേ പോകുന്നു. ശരിയല്ലേ? അപ്പൊ അവരാ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു, ആ പിഴച്ച ആദർശത്തിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴാണ് എന്ത് വരുന്നത്? ബയ്യിനത്തായ ഖുർആൻ വരുന്നത്. ആ ഖുർആൻ വന്നപ്പോഴാണ് ഷിർക്ക് വേറിട്ട് പോകുന്നത് എന്ന്. ഇപ്പൊ വേറിട്ട് പോകുന്ന എവിടുന്നാന്ന് മനസ്സിലായില്ലേ? മുൻഫക്കീന എന്ന് പറഞ്ഞ് വേറിട്ട് പോരാന്ന് പറഞ്ഞു അല്ലെ. എന്തിൽ നിന്ന് വേറിട്ട് പോരാ? അവര് മനസ്സിലാക്കിയ ആ പിഴച്ച ആദർശത്തിൽ നിന്നും അവരെന്താക്കി? വേറിട്ട് പോന്നു. ആ വേറിട്ട് പോകാനുള്ള കാരണം എന്താ? ബയ്യിനത്ത് വന്നത് കൊണ്ടാണ്. ബയ്യിനത്ത് ഏതാ? ഖുർആൻ. അപ്പൊ അത് നമുക്കൊരു പോയിന്റ് കിട്ടൂലേ? എന്താ പോയിന്റ്? ഖുർആൻ ആണ് എല്ലാ പ്രശ്നത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുന്ന ഗ്രന്ഥം. ശരിയല്ലേ? മുൻഫക്കിനെ വേറിട്ട് പോരാന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശം? അതെന്നിങ്ങോട്ട് മോചിതനാക്കുക അല്ലെ. അവരെ പിഴച്ച ആദർശത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടൊഴിഞ്ഞു പോരാനുള്ള കാരണം എന്താണ്? ഖുർആനാണ്. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വല്ലാത്തൊരു വെളിച്ചമാണ്. ആ വെളിച്ചം വന്നു. അവിടെയുള്ള എല്ലാ മുശ്രിക്കീങ്ങളും സ്വീകരിച്ചോ? ഇല്ല. എന്നാലോ കണ്ടമാന ആളുകൾ സ്വീകരിച്ചു അല്ലെ. കുറച്ച് വൈകിട്ടാണെന്നുണ്ടെങ്കിലും ധാരാളം കണക്കിന് ആളുകൾ ഇങ്ങനെ വന്നില്ലേ. കല്ലിനെയും മുള്ളിനെയും മറ്റേനെയും മറിച്ചേനൊക്കെ ആരാധിച്ചിരുന്ന ആളുകൾക്ക് അതിൻ്റെയൊക്കെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുത്തു. ഖുർആൻ പല ശൈലികളിലൂടെ അവരെ ദഅവത്ത് നടത്തി അല്ലെ. പല നിലക്ക് അവരെങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ അതിന്റെ അർത്ഥശൂന്യത ഇങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവർക്ക് എന്തായി? സംഗതി മനസ്സിക്ക് കയറിയപ്പോ ഷിർക്കിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും ഒക്കെ അവരോട് പുറത്തേക്കിട്ട് പോകുന്നു. അൽഹംദുലില്ലാഹ്. എത്ര ആളുകളെയാണ് വിശുദ്ധ ഖുർആൻ രക്ഷപ്പെടുത്തി ആലോചിക്കുന്നത്. കാരണം എന്താ? അൽ ബയ്യിനത്താണ്. എന്താ ബയ്യിന എന്ന് പറഞ്ഞാല് വ്യക്തമായ തെളിവാണ്. ഇതിനപ്പുറത്തേക്ക് എന്തില്ല? വേറൊരു സാധനത്തിന്റെ ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെ ഇറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജനങ്ങളെ എല്ലാവിധ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിൽ 1 പറഞ്ഞില്ലേ, അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക, നിനക്ക് നബിയെ ഞാൻ ഒരു ഗ്രന്ഥം അയച്ചു തന്നിട്ടുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ അല്ലെ. ജനങ്ങൾ ഇരുട്ടിലാണ് നബിയെ, ജനങ്ങളെ ഇരുട്ടിലാണ്. എന്തിരുട്ടാ? ലൈറ്റ് ഇല്ലാത്ത ഇരുട്ടാണ് ഉദ്ദേശം? അല്ല. ഏതാ ഇരുട്ട്? ഷിർക്കിന്റെ ഇരുട്ടിൽ നിന്നും തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് അല്ലെ. ഖുറാഫത്തിന്റെ അല്ലെങ്കിൽ ബിദ്അത്തിന്റെ ഇരുട്ടിൽ നിന്നും സുന്നത്തിന്റെ വെളിച്ചത്തിലേക്ക് അല്ലെ. അജ്ഞതയുടെ ഇരുട്ടിൽ നിന്നും അറിവിന്റെ വെളിച്ചത്തിലേക്ക്, മോശമായ സ്വഭാവങ്ങളിൽ നിന്നും ഉന്നതമായ സ്വഭാവത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഗ്രന്ഥമാണ് ഇത്. അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആൻ. ആ ഖുർആനാണ് ഇന്ന് നമ്മുടെ കൈകളിലുള്ളത്, ഒരു പോറൽ പോലും ഏൽക്കാതെ. ഈ ഖുർആൻ തന്നെയാണ് ഇലാ യൗമിൽ ഖിയാമ മനുഷ്യരിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. കാരണം എന്താ? ഖുർആൻ അൽ ബയ്യിന. ഖുർആൻ ഏതാ? അൽ ബയ്യിന. സൂറത്തിന്റെ പേരേതാ? അൽ ബയ്യിന. വ്യക്തമായ തെളിവാണ്. അൽഹംദുലില്ലാഹ്.
പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, സാക്ഷാൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനോഹരമായി ആ ഖുർആൻ പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിന്റെ ഉള്ളിൽ കയറാത്ത ആളുകളില്ലേ അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഖുർആന്റെ മുമ്പിലും മനസ്സ് തുറക്കാൻ കഴിയാത്ത ആളുകൾ, നിർഭാഗ്യന്മാരായ ആളുകളുണ്ട്. അള്ളാഹു റസൂലിന്റെ കാലഘട്ടത്തിൽ അടക്കമുണ്ടായിട്ടുണ്ട്. അതും കണ്ട് ഉള്ളിക്ക് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു തൗഫീഖാണ്. ഭാഗ്യം കെട്ടവനല്ലാതെ ഖുർആന്റെ മുമ്പ് എന്താക്കാൻ പറ്റൂല, നീച്ചു പോകാൻ പറ്റൂല എന്നാണ് ശരിക്കും. അപ്പൊ നമുക്കൊക്കെ അൽഹംദുലില്ലാഹ് വിശുദ്ധ ഖുർആൻ വിപ്ലവങ്ങൾ വരുത്തിയ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖാണ് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ളത്. ചില്ലറ അനുഗ്രഹമല്ല ഇത്, ചില്ലറ അനുഗ്രഹമേ അല്ല. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് മരിക്കും വരെ ഈ ഖുർആന്റെ തണൽ ഉണ്ടാകണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കും നമുക്കൊരു വെളിച്ചാണ്, ഒരു സംശയമല്ല, ഒരു സംശയമല്ല. അള്ളാന്റെ കലാമ് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ നമുക്ക് ഒരിക്കലും എന്താവൂല, ഒന്നും മിസ്സാവൂല. ഞാനേ ആ ആയത്തിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ട് മുടിഞ്ഞു, നഊദു ബില്ലാഹ്, ഒരിക്കലും നമുക്ക് പറയേണ്ടി വരില്ല. പറയേണ്ടി വരില്ല. അള്ളാഹ് പറഞ്ഞു പലിശ എടുക്കണ്ടെന്നുള്ളത്. ഞാൻ എടുക്കാത്തത് കൊണ്ട് ഇന്ന് ഞാൻ എന്താക്കണേ, സംഗതി എന്റെ പേരെ ചെറുതാണ്, നാട്ടുപുറത്തായ വലിയ അട്ടി പേരൊന്നും എനിക്കില്ല, നിലം ഇപ്പോഴും ആ പഴയ സിമെന്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ എന്താ അറിയോ, കടന്നാ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, മനസ്സറിഞ്ഞിങ്ങാണ്ട് ചോറ് കഴിക്കാൻ പറ്റുന്നുണ്ട്, കുട്ടികളൊക്കെ ഇരുന്ന് കണ്ടേ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മറ്റോനോ 2-3 നിലയൊക്കെ ഉണ്ട്, ലിഫ്റ്റ് അടക്കം ഉണ്ടല്ലോ, പക്ഷെ ഫുള്ള് ലോണും മറ്റേതും മറിച്ചൊക്കെയാണ്. ഓരിങ്ങനെ കടക്കണമെന്നുള്ളൂ, ഉറക്കല്ല ചങ്ങായിക്ക്. എന്തേ കാരണം? അള്ളാഹുവിന്റെ കലാമിനെ ധിക്കരിച്ചിട്ടാ ജീവിതം. പലിശ തുടരുതെന്ന് പറഞ്ഞു, തൊടല്ല, അതിൽ മുങ്ങിക്കൊളിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? യെസ്. അപ്പൊ നമ്മളൊരു അള്ളാഹിന്റെ ഒരു കൽപ്പന സ്വീകരിച്ചതിന്റെ പേരിൽ ഒരിക്കലും നമുക്ക് എന്താവൂല, ഒരു കുറവും വരൂല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ റാഹത്ത് നമുക്കായിരിക്കും. റഹ്മാനായ റബ്ബ് ബയ്യിനത്താകുന്ന ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആയത്ത് ഏതാ? റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ. ഇനി ആ ബയ്യിനത്ത് ആരാണ് പാരായണം ചെയ്ത് കൊടുക്കുന്നത്? റസൂലും മിനല്ലാഹ്. എന്താ അർത്ഥം? കരണാർത്ഥങ്ങൾ അല്ലെ. അള്ളാഹുവിൽ നിന്നുള്ള ദൂതൻ. അതേതാ ദൂതൻ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം എന്താക്കാണ്? തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? പാരായണം ചെയ്യുന്നു അല്ലെ, പാരായണം ചെയ്തു കൊടുക്കുന്നു. എന്ത് പാരായണം ചെയ്യുന്നു? സുഹുഫൻ, ചില ഏടുകൾ. മുതഹ്ഹറ, എങ്ങനെയുള്ള ഏടുകളാണ്? പരിശുദ്ധമാക്കപ്പെട്ട, തഹൂർ, നല്ല പ്യൂരിഫൈഡ് ആയ നല്ല ശുദ്ധിയുള്ള പേജുകൾ ഓതി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പേജ് ഇങ്ങനെ ഓതലേനി. ആയത്തിങ്ങനെ നോക്കുമ്പോൾ അതിൽ കിട്ടും യത്ലൂ സുഹുഫൻ മുതഹ്ഹറ, പരിശുദ്ധമാക്കപ്പെട്ട പേടുകൾ. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഇങ്ങനെ നോക്കിങ്ങാണ്ട് ചൊല്ലല അല്ല. അവിടെ പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മനസ്സെന്നാണ് പാരായണം, ഹൃദയത്തിലാണ് എന്തുള്ളത്? ഖുർആൻ. അതുകൊണ്ടാണ് ജിബ്രീൽ വന്നുകൊണ്ട് വഹ്യ് കൊടുക്കുമ്പോ നബി ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നതാണ്. കാരണം എഴുതാൻ അറിയില്ലല്ലോ. എഴുത്തിന്റെ ഡ്യൂട്ടിയൊക്കെ ആരെ ഏൽപ്പിച്ചിട്ടുള്ളത്? വേറെ എഴുത്തുമായനെ അറിയണം, വേറെ സ്വഹാബാക്കൾക്ക്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേര് പോലും എഴുതാൻ അറിയില്ല. പക്ഷെ ഏറ്റവും നല്ല ഹാഫിളാരാ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല തജ്വീദ് ഉള്ളതായിരിക്കാം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മനോഹരമായ ഖിറാഅത്തിന് ഉടമയാരാ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ അതിന്റെ പിന്നിൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. അല്ലേ? അല്ലാഹ് പറഞ്ഞു, നബി ഇജ്ജ് ബേജാറാകണ്ട, ഇങ്ങനെ വേഗം പറഞ്ഞിട്ട് മറക്കോ എറിഞ്ഞുകൊണ്ട് എന്താക്കണ്ട, ഇങ്ങനെ ആകണ്ട. എന്താക്കണ്ട? ഇജ്ജ് സാവധാനം കേൾക്ക്, സാവധാനം ചൊല്ലി. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. അത് നിന്റെ മനസ്സിൽ ക്രോഡീകരിച്ച് തരേണ്ട ഡ്യൂട്ടി ആരാണ്? നിന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ എന്താക്കും? അത് വെച്ചിരുന്നാണ് അല്ലേ? യെസ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കാണ്? ഇങ്ങനെ പാരായണം ചെയ്ത് കൊടുക്കാണ് അല്ലെ. അത് എവിടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂലേ? എന്ത് വിഷയം വരുമ്പോഴും അടുത്ത നാവുത്തുമ്പത്ത് എന്താ വരിക? ആയത്താ വരിക അല്ലെ. വലിയ സംഭവം അല്ലേ? ഇത്ര സ്ട്രോങ് ആലോചിച്ചൊക്കെ. 7-ാം ആകാശത്ത് അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ്. ജീവിതത്തില് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പോംവഴി പറഞ്ഞു തരുന്ന ഒരാളെ നമുക്ക് ഭയങ്കര കാര്യമാവില്ലേ?
നമ്മൾ ആകെ കുടുങ്ങിയിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് നമ്മളെ കറക്റ്റ് ആ റൂട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കാര്യമില്ലേ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ അങ്ങനെ പരിഹരിച്ചു കൊടുക്കണേ വിഷയങ്ങൾ ഓൺ ദ സ്പോട്ട്. അത് ഏത് കേട്? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹാ. ഏതാ? അള്ളാഹിന്റെ വഹി കൊണ്ട് ഇങ്ങനെ പറയാണല്ലേ. അപ്പൊ അതിനുള്ള സ്വാധീന ശക്തി എത്ര ആയിരിക്കും? ശരി, അപ്പൊ ആ പാരായണം ചെയ്യാന്ന് പറഞ്ഞാല് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹഫ മുത്തഹറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ എന്ന് പറഞ്ഞു. ഖുർആൻ തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഖുർആന് പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ എന്ന് പറയാനുള്ള കാരണം? അവിടെ ഏടുകൾ എന്ന് പറയാനുള്ള കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്നു, ജിബ്രീൽ ഇങ്ങനെ ഏടായി കൊണ്ടിരിക്കല. 2 കോപ്പി, ഒരു 3 കോപ്പി, 4 കോപ്പി വെച്ചോ, മറ്റേ ഞാൻ നാളെ ഒന്നും കണ്ടു പോയി തരാം, അതാണോ? അല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ വഹി എന്താവും, ഇങ്ങനെ ഇറങ്ങും അല്ലെ, ചൊല്ലി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കും, മനസ്സിൽ ആക്കും, എന്നിട്ട് എന്താക്കും? സ്വഹാബാക്കൾ വിളിച്ചിങ്ങോട്ട് ഓതി കൊടുക്കും. സ്വഹാബാക്കൾ എന്താക്കും? അത് എഴുതി വെക്കും. അന്ന് തന്നെ എന്താക്കിയിട്ടുണ്ട്? എഴുത്ത് നടന്നിട്ടുണ്ട് ഇല്ലേ? എല്ലിലും തോലിലും കല്ലിലും മേടിലൊക്കെ ആയിട്ട് എന്താക്കിയിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. അതാണ് സുഹഫ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? പിന്നെ മുത്തഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ഡിതന്മാര് പറഞ്ഞു, ഹുവ മുക്തതബുൻ ഫിൽ മലഇൽ അഅ്ലാ. എവിടെ വെച്ചിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? മലക്കുകളുടെ അരികിൽ വെച്ച് എഴുതപ്പെട്ട ഗ്രന്ഥാണ് എന്ത്? വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഫീ സുഹഫിൻ മുത്തഹറ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അബ്സയിൽ പറഞ്ഞു, ഫീ സുഹഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹറ ബിഐദി സഫറ കിറാമിൻ ബററ. അല്ലേ? മാന്യന്മാരായ ആളുകളുടെ കൈകളിലൂടെ വന്ന പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മലക്കുകളിലൂടെ വന്ന സാധനമാണ്. അപ്പൊ അതിന് പരിശുദ്ധി ഉണ്ടാവൂലേ? അതിലെന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവൂല. ശരി, പിന്നെന്താ പറഞ്ഞ അടുത്തായത്? ഫീഹാ ഓതി, ഫീഹാ കുതുബും ഖയ്യിമ. ഫീഹാ എന്താർത്ഥം? അതിലുണ്ട്. എന്തുണ്ട്? കുത്തുബുൻ, കുത്തുബുണ്ട്. കുത്തുബ് എന്ന് പറഞ്ഞാൽ ഏടുകൾ കേട്ടോ. കുത്തുബ് എന്ന് പറഞ്ഞാൽ സാധാരണ ബുക്കിനൊക്കെ പറയും, പുസ്തകങ്ങളിൽ നിന്ന് എന്ത് പറയും? കിതാബിന്റെ ബഹുവചനമാണ് എന്ത്? കുത്തുബ്. ഓക്കെ, ഫീഹാ കുത്തുബുൻ, അതിൽ ചില ഏടുകളുണ്ട്. ഞാൻ ഏടുകളെ കുറിച്ച് പറയാട്ടോ. ഖയ്യിമ. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു ഖുർആനെ കുറിച്ചിട്ട്? ബയ്യിന അല്ലേ? മുതഹറ. ഇവിടെ വീണ്ടും ഖയ്യിമ. എന്താ ഖയ്യിമ എന്ന് പറഞ്ഞാല്? വക്രതയില്ലാത്തത് എന്നാണ്. എന്താണ്? വക്രതയില്ലാത്തത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ഹൃജുവായ മാർഗം. അവിടെ പിന്നെ എന്തില്ല? ഒരു തെറ്റില്ല. അത് പറഞ്ഞ കട്ടൻ റേറ്റ് ആയിരിക്കും. ഖുർആന്റെ ഒരു ആയത്ത് കേട്ടിട്ടാണ് വെച്ചാൽ നിലപാടെടുത്ത് ഇച്ചിരി പേടിയും പേടിക്കണ്ട. കാരണം എന്താ? അതിലെന്തില്ല? ക്രമക്കേടില്ല. അതെന്താവൂല? പാളൂല. ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പൊ മനുഷ്യന്മാർ എത്ര വലിയ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒരു പോസിബിലിറ്റി ഇല്ലേ? പാളാനും അല്ലെ പൊളിയാനൊക്കെ ഒരു ചാൻസ് ഇല്ലേ? മൂപ്പരുടെ എക്സ്പീരിയൻസിൽ പറഞ്ഞാണ്. അള്ളാഹ് പറയണതോ ഭാവിയും ഭൂതവും ഒക്കെ കൃത്യമായിട്ട് അറിയണ റഹ്മാനായ റബ്ബ പറയാ. അവിടെ എന്താവൂല? പാളൂല. അതുകൊണ്ട് എന്താ? അതൊക്കെ നമുക്ക് നൽകുന്ന ആശ്വാസങ്ങൾ ആലോചിച്ച് നോക്കി. ഏത് വിഷയത്തിലും നമ്മൾ ഖുർആനാണ് എന്റെ വഴികാട്ടി എന്നൊരു ഉറപ്പ് നമുക്ക് ഉള്ളിടത്തോളം കാലം നമുക്ക് വല്ല ബേജാറുണ്ടോ? ശരിക്കും ആലോചിച്ചു. എന്റെ കച്ചവടത്തിലെ നിലപാടെന്താ? ഖുർആന്റെ നിലപാട്. പിന്നെ നമുക്ക് എന്താ ടെൻഷൻ? നിന്റെ ജീവിതത്തിൽ ഓരോ നിലപാടെന്താ? എന്റെ കല്യാണം എങ്ങനെ? ഖുർആൻ പറഞ്ഞ പോലെ അല്ലേ? എല്ലാ ഇടങ്ങളിലും വിശുദ്ധ ഖുർആന്റെ നിലപാട് എന്ത് എന്ന് ചോദിച്ച് ആ നിലപാട് നമ്മൾ പഠിച്ച് ആ നിലപാട് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ഒരു പ്രശ്നമില്ലാത്ത റൂട്ടിലായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നുണ്ടാകുക. ക്ലിയർ അല്ലേ? ഫീഹാ കുതുബുൻ ഖയ്യിമ. പണ്ഡിതന്മാര് പറഞ്ഞു, ആദിലത്തുൻ മുസ്തഖീമത്തുൻ ലൈസ ഫീഹാ ഖതഉൻ. ആ ഖുർആനിൽ എന്തില്ല? ഒരു തെറ്റുപോലും സംഭവിക്കോ? ഏതെങ്കിലും അഭിപ്രായം തിരുത്തേണ്ടി വന്നിക്കണോ? നമ്മളെ ഭരണഘടന തന്നെ അല്ലേ എത്ര തവണ അമെൻമെന്റ് ചെയ്തിട്ടുണ്ടാവും ഓരോ സംഗതികളും ഇല്ലേ? നമ്മളിപ്പോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വാട്സപ്പിൽ ഇതുണ്ടല്ലോ എഡിറ്റ് ഓപ്ഷൻ അല്ലേ? ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു, കുറച്ച് നമുക്ക് തന്നെ തോന്നി ഇത് പാളിക്കണേ, അപ്പൊ എന്താക്കും? ഒന്ന് എഡിറ്റ് ചെയ്യും. ഒരു പത്രം എങ്ങനെ വരിക? ഒരു പത്രം നമ്മുടെ കൈകൾക്ക് എത്തുക? എഡിറ്റിംഗ് ഇല്ലേ? മാസിക, പുസ്തകം എല്ലാം എത്ര വലിയ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാ വരിക?
എത്ര വലിയ വലിയ എഴുത്തുകാരനാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ആ പുസ്തകം അഴിച്ചടിച്ചു വരണമെങ്കിൽ എന്തുണ്ടാവും, എഡിറ്റിങ്ങിന് വിധേയമാകും. കാരണം എന്താ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് പരിധിയുണ്ട്, അദ്ദേഹത്തിന്റെ എഴുത്തിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഷൂർ ചെയ്തിട്ടുണ്ടാകുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിൽ ഏതിൽ എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടോ? എഡിറ്റർ അങ്ങനെ ഉണ്ടോ? അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇത് എത്ര വലുതാണെന്നുണ്ടെങ്കിലും നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു വാക്കണ ഏത് പുസ്തകമാണെന്നുണ്ടെങ്കിലും എന്താ, വായനക്കാരുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ നിർദ്ദേശങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുമല്ലോ. നമ്മളെ പരിമിതിയാണ്. ഖുർആനിൽ അങ്ങനെ ഉണ്ടാകുക? നമുക്ക് എന്തെങ്കിലും തോന്നിയപ്പോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് മാറ്റിക്കൊള്ളുന്നുണ്ടോ? ഇല്ല, മാറ്റേണ്ടി വരൂല. കാരണം ഖുർആൻ അഖ്വം. ഇപ്പൊ ഖുർആനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞങ്ങളെന്ന് പറയാൻ നോക്കട്ടെ. അൽ ബയ്യിന, അല്ലെ, വ്യക്തമായ തെളിവ് എന്നുള്ള വിശേഷണം വന്നു. മുതഹ്ഹറ, അല്ലെ, പരിശുദ്ധമാക്കപ്പെട്ടതെന്ന് വന്നു. ഖയ്യിമ, വക്രതയില്ലാത്തതെന്ന് വന്നു. ക്ലിയർ അല്ലേ? ചെറിയ കുറച്ച് ആയത്തെത്തിയപ്പോഴേക്കും ഖുർആനെ കുറിച്ച് അതൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത ആയത്ത് ഓതി. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. വമാ തഫറഖ, ഭിന്നിച്ചു പോയിട്ടില്ല എന്നാണ്. തഫറഖ എന്ന് പറഞ്ഞാൽ എന്താ? ഫിർഖത്ത് എന്ന് കേട്ടില്ലേ? ഫിർഖത്ത്, ബറക്കത്തല്ല, ഫിർഖ, ഗ്രൂപ്പ് അല്ലേ? വമാ തഫറഖ, ഒരു ഭിന്നിച്ചിട്ടില്ല. ആര് ഭിന്നിച്ചിട്ടില്ല? അല്ലദീന, ഒരു കൂട്ടർ. അവരാരാ? ഊത്തുൽ കിതാബ. നേരത്തെ നമ്മൾ പറഞ്ഞു ഊത്തുൽ കിതാബ, അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞില്ലേ? അത് അതേപോലെ തന്നെ. ഊത്തുൽ കിതാബ് എന്ന് പറഞ്ഞാല് ഗ്രന്ഥം നൽകപ്പെട്ടവർ ഭിന്നിച്ചു പോയിട്ടില്ല. എപ്പോഴല്ലാതെ? ഇല്ലാ മിൻ ബഅദി, ഒന്നിനു ശേഷമല്ലാതെ. എന്തിനു ശേഷം? മാ ജാഅതുഹുമുൽ ബയ്യിന, ഖുർആൻ അവർക്ക് വന്നിട്ട് ആണ് അവരെന്തായിട്ടുള്ളത്, ഭിന്നിച്ചു പോയതെന്നാണ്. അതെന്താ ഉദ്ദേശം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഖുർആൻ എത്തിയപ്പോഴാണ് അവർക്കൊരു ഭിന്നത ഉണ്ടായതെന്ന്. അപ്പൊ ഖുർആൻ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ? അഹ്ലുൽ കിതാബൊക്കെ ഭിന്നിച്ചുള്ള കാരണം ഖുർആൻ വന്നിട്ടാണ് പറയേണ്ടത്. എന്തായിരിക്കും ഉദ്ദേശം ഉണ്ടാകുക? അവിടെ എന്ത് ഉദ്ദേശം എന്നറിയോ? ശരിക്ക് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അഥവാ ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ളത് അവരെല്ലാവരും ഒരുപോലെ അംഗീകരിച്ച് തത്വരുന്നു. അതിനെക്കുറിച്ച് റഹ്മാനായ റബ്ബ് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ അഥവാ ഒരു പ്രവാചകൻ കൂടെ വരാനുണ്ട്. അതൊക്കെ എന്താക്കുന്നുണ്ട്? മുൻവേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു പ്രവാചകൻ വരും. എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്റെ ഐഡന്റിറ്റി വരെ പറയുന്നുണ്ട്. പ്രവാചകന്റെ ഒരു 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 എന്താ പറയാ, പ്രവാചകത്തിന്റെ അടയാളമുണ്ട്. ആ അടയാളമടക്കം പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് അറിയാന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, നാം വേദഗ്രന്ഥം നൽകിയ ആളുകള് യഅരിഫൂനഹു, അദ്ദേഹത്തെ അവർക്കറിയാം. ഇപ്പൊ മോട്ട് കാട്ടണങ്ങൾ കണക്കാക്കണ്ട. യഅരിഫൂനഹു, ഓൽക്കറിയാം അവരെ. ഏതുപോലെ എന്നറിയോ? അതിന്റെ ഊക്ക് പറയാണ്. ഞാൻ കഴിഞ്ഞൊരു ഉപമ പറയും കേട്ടോ. അള്ളാഹ് പറഞ്ഞ രൂപങ്ങൾക്ക് പറയാം. എന്തുകൊണ്ടാ ഉപമ പറഞ്ഞത് നിങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ, വാപ്പാര് എന്നുള്ള നിലയ്ക്ക് ഇൻഷാ അല്ലാഹ്. കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കൾ അറിയണ പോലെയാണ്. ഞങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് മക്കൾക്ക് വാപ്പാരെ അറിയുന്ന പോലെ പറയാതെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാം എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? സ്വന്തം കുട്ടികളെ അറിയണ പോലെ എന്തുണ്ട്? ജൂതന്മാർക്കും നസ്രാണികൾക്കും ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്നൊരു A to Z കാര്യങ്ങൾ എന്താക്കും അവർക്ക് അറിയാം. ഓരതാ ആ ഒരു ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യന്മാരുമാണ്. ഞാൻ ചോദിക്കത്തേ ഉള്ളൂ, എന്തുകൊണ്ടാണ് സ്വന്തം മക്കൾ അറിയുന്നത് പോലെ അറിയാന്ന് പറയാനുള്ള കാരണം? ഒന്ന് ചിന്തിച്ചോക്കാം. ഞാൻ ആ ഉപമ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ച് അറിയണ പോലെ എന്ന് പറഞ്ഞേ. എന്ത് പറഞ്ഞില്ല? മക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ച് അറിയണ പോലെ എന്ന് പറഞ്ഞില്ല. അവിടെ സംഗതി ഉണ്ട്. പരിക്ക് അതായത് ഇപ്പൊ ഇങ്ങനെ അടിച്ചാൽ മതി. വാപ്പാര് സ്വാഭാവികമായിട്ടും കുറച്ച് വലിയവരല്ലേ. മക്കൾക്ക് വാപ്പാറിന്റെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞോന്നുണ്ടാവോ? ഉണ്ടാവൂല. പക്ഷെ ഒരു ചെറിയ കുട്ടിയാകുമ്പോഴോ
അവന്റെ ശരീരത്തിലടക്കം എന്തൊക്കെ എവിടൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നൊരു വാപ്പാക്കും ഉമ്മാക്കും അറിയില്ലേ? ചെറിയ കുട്ടിയാണ് മുതലേ ഒരു കുട്ടിന്റെ മറുക് ഒരു ശരീരത്തിൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാപ്പാക്കും ഉമ്മാക്കും അറിയില്ലേ? അല്ലേ? ഉണ്ട്, അറിയാ. ഇന്ന് വാപ്പാന്റെ മറുക് ചിലപ്പം മോനിക്കോ മോൾക്കോ അറിയോ? ഇല്ല. അപ്പൊ എന്താ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ആരറിയാ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഒരാളെ അവർക്ക് അറിയാന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രൂപം പോലും കൊണ്ടുവന്നാണ്. അപ്പൊ അത്രത്തോളം അറിയാം. പിന്നെ ഇപ്പൊ എന്താ ഇവിടെ പഴച്ചത്? ഓലിപ്പോ കാത്തിരിക്കരുന്നല്ലോ, എന്താ പോലിക്ക് പറ്റിയത്? ഇതാ അല്ലാഹ് പറയാണ്, വ ഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ. അവരിലൊരു ടീം, എല്ലാവരും ഉണ്ടോ? ഇല്ല. അവരിൽ ചില ആളുകൾ എന്താക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നു, ഓല് കാത്തിരുന്ന ആള് വന്നു എന്ന് അറിഞ്ഞപ്പോ എന്താക്കി, യെസ്, കാരണം കറക്റ്റ് റൂട്ടിലൂടെയാണ് ആ വണ്ടി, കറക്റ്റ് റൂട്ടിലാണ് പോണത്. അവർക്ക് എന്തായി, നമ്മളെ ആള് വന്നു, എന്നാ ശരി നമ്മൾ ഇനി എന്താക്കാണ്, ഇങ്ങോട്ട് മാറാന്ന് പറഞ്ഞിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. എന്നാൽ ചില ആളുകളോ ലയക്തുമൂനൽ ഹഖ്ഖ, അവർ ആ ഹക്കിനെ എന്താക്കി, മറച്ചു വെച്ചു. ബോധ്യപ്പെട്ട സത്യത്തെ മറച്ചു വെക്കണ ആരുടെ സ്വഭാവം? സാക്ഷാൽ ജൂത നസ്രാനികളുടെ സ്വഭാവമാണ്. വഹും യഅലമൂൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു വസിയത്തുണ്ട്. ഓലെ മുമ്പിൽ വെച്ചിങ്ങനെ നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, വലാ തകൂനു, വിശ്വാസികൾ നിങ്ങളാകരുത് കേട്ടോ ആരെ പോലെ, കല്ലദീന തഫറഖൂ, ഭിന്നിച്ചു പോയ ആളുകളെ പോലെ ആകരുത്. ആരെ ഭിന്നിച്ചു പോയത്? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ സ്വീകരിക്കാതെ എന്താക്കി, ജൂതനസ്രാനികൾ ആകെ ഒറ്റ ടീമായിരുന്നു. അവർക്ക് കറക്റ്റ് അറിയാമായിരുന്നു ഹക്കൊക്കെ. പക്ഷെ സത്യം കൊണ്ട് സ്വീകരിക്കാൻ കുറച്ച് ടീം ഉണ്ടായാലും ബാക്കിയുള്ളവർ എന്താക്കി, ഭിന്നിച്ചു. സത്യം സ്വീകരിക്കുന്ന വിഷയത്തിൽ ഭിന്നിച്ചു ആണല്ലോ. എന്നതുപോലെ നിങ്ങൾ എന്താകാൻ പാടില്ല, ആകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജൂതനസ്രാനികൾ അല്ലെ 71 വിഭാഗമായിട്ട് എന്തായിട്ടുണ്ട്? യഹൂദന്മാർ 71, നസാറ അല 72 ആയിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസതഫ്തരികു ഹാദിൽ ഉമ്മത്തു അലാ 73 ഫിർഖ, നമ്മുടെ ഉമ്മത്ത് എന്താവും? 73 ആകുന്ന. കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ, ഒരു ടീം ഒഴികെ ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാന്ന് പറഞ്ഞു. അപ്പൊ അത് ആലോചിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഇന്നത്തെ ദിവസം മീൻസ് എന്റെ കാലഘട്ടത്തില് ഞാൻ പഠിപ്പിച്ച ആ ഒരു റൂട്ടിൽ നിലകൊള്ളുന്നത് ആരാണോ അവരും, ഞാൻ പഠിപ്പിച്ച എന്റെ സ്വഹാബത്ത് പഠിപ്പിച്ച ആ റൂട്ടിൽ നിലകൊള്ളുന്ന ആളെന്നാണ്. അപ്പൊ അവരെ പോലെ നമ്മൾ ഭിന്നിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഭിന്നിച്ചു എന്നുള്ള ആയത്തുകൊണ്ട് തെളിഞ്ഞില്ലേ, ഹദീസുകളെ കൊണ്ട് തെളിഞ്ഞില്ലേ, പ്രവചിക്കുകയും ചെയ്തില്ലേ അല്ലെ? അവരെ സ്റ്റാളിന് ചാണായി മുഴത്തിന് മുഴമായി നമ്മൾ പിൻപറ്റുന്ന അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. പറഞ്ഞോ? പറഞ്ഞു. ഇത് നടക്കണ്ടോ? നടക്കുന്നുണ്ട്. പിന്നെ ഒക്കെ ആഘോഷത്തിന്റെ ഒക്കെ ഇങ്ങനെ വരും. ഒന്നും വേണ്ട. ഇപ്പോ മറ്റേ നസ്രാണികളുടെ പള്ളിയിൽ കയറുമ്പോൾ ഉണ്ടാവും ചിലപ്പോ ഈ മാമോദീസ മുക്കല്, മറ്റേത് മറിച്ച് കുറെ ചടങ്ങുകൾക്കുള്ള ബോർഡൊക്കെ ഉണ്ടാവും. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പല പള്ളികളുണ്ട് അതേ സെയിം ബോർഡ്. അവിടെ മാമോദീസ വെക്കുമ്പോ ഇവിടെ ജാറം മൂടും അല്ലേ, അവിടെ മറ്റേ സാധനം വെക്കുമ്പോ ഇവിടെ ഇന്ന കറക്റ്റ് പാരലൽ ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടാണ്. ഷിബ്റൻ ബിശിബ്രിൻ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കൃത്യമായിട്ട് നമ്മളിങ്ങനെ കാണുകയാണ്. നഊദു ബില്ലാഹ്. എത്ര ആലോചിച്ചോങ്ങള് വാട്സപ്പിലൊക്കെ അങ്ങനെ കുറേ സാധനം അതേപോലെ തന്നെ വരും. ഇപ്പൊ അപ്പം നോക്കിക്കോളി, ഇപ്പൊ നബിദിനം വരാൻ പോകല്ലേ. നബിക്ക് അറിഞ്ഞിട്ടില്ല. അതിപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബാക്കൾക്കൊന്നും അറിഞ്ഞിട്ടില്ല. എത്ര റബീഉൽ അവ്വൽ കടന്നുപോയി അല്ലേ? ശരി. അപ്പോ അങ്ങനെ ഒരു സംഗതി. ഇപ്പോ ഉണ്ണിയേശു, ഉണ്ണി മുഹമ്മദ് വന്നോ? വന്നു. ഉണ്ണിയേശു, ഉണ്ണി മുഹമ്മദ് വന്നു. ഇതിങ്ങനെ മാറും. ഇങ്ങനെ ഓരോ കൊല്ലം കൂടുന്തോറും ഇത് കീപ്പിട്ടിക്ക് വരൂല. എന്താവും? അതിന്റെ ഡോസ് ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ എന്താവും പോരും. അപ്പോഴൊക്കെ നമ്മളുടെ ദൗത്യം എന്താ? ബയ്യനത്ത് അല്ലേ? ബയ്യനത്ത്. അന്ന് ജൂത നസ്രാണികളോട് പറഞ്ഞ അതേ സംഗതി നമ്മളിപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹിന്റെ തൗഫീഖുള്ളവരൊക്കെ ഇങ്ങനെ എന്താവും, സത്യം മനസ്സിലാക്കി കണ്ട് ഇന്നല്ലെങ്കിൽ നാളെ വരും. നമ്മളിങ്ങനെ പറയാ, ആളുകൾക്ക് ബോധ്യപ്പെട്ടല്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യം. നമ്മൾ പറയാനുള്ളത് പറയാ. ഇൻഷാ അല്ലാഹ് തൗഫീഖുള്ള ആളുകൾക്ക് എന്താവും? ബോധ്യപ്പെടും. ശരി. അപ്പൊ അതാണ് അതില് പ്രധാനമായിട്ടുള്ളത് കേട്ടോ. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവർക്ക് ബോധ്യപ്പെട്ട സത്യത്തെ ഇവര് നിരാകരിച്ചതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്.
ആർക്കാ പറയാൻ പറ്റുക? അതല്ല, ഇവർക്ക് ഇപ്പോ നബിസ്വലാസം ഇങ്ങനെ ഒരാൾ വരാനുണ്ട് എന്നുള്ള കാര്യം അറിയാം, ജൂതന്മാർക്ക് ഉണ്ടല്ലോ. അവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണ്ടേ, ഇവർക്ക് ഈ ഒരു ബോധ്യപ്പെട്ട സത്യത്തെ അവർ സ്വീകരിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതേതാ അറിയോ? അസൂയാണ്. അസൂയാണ്. ഓല കൂട്ടുന്ന ഒരാൾ വരുന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തായില്ല, ഇസ്മായിൽ അലിസ്ലാത്തു വസ്സലാം സന്താന പരമ്പരയിൽ നിന്നാണ് എന്തായത് വന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് എന്താക്കി, ഈഗോ അടിച്ചിട്ട് അവരാ സത്യമതം സ്വീകരിച്ചില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഇത് വലിയൊരു തെളിവാണ്. എന്തിനറിയോ? ഒരാളുടെ മനസ്സിൽ അസൂയ കടന്നുകൂടിയാൽ ശരിക്കുള്ള ഹിദായത്ത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് വരെ എന്താവും, നഷ്ടപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ശരിക്ക് ഉള്ള പിന്നെന്താ പറയാ, കൃത്യമായ റൂട്ട് നമ്മൾ അറിയുണ്ടാവും, കേൾക്കുണ്ടാവും, ഹുത്തുബേന്നും ക്ലാസ്സിലൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവില്ല. എന്തേ കാരണം? അസൂയ കൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസൂയനെ കുറിച്ച് പറഞ്ഞു, ഹിയൽ ഹാലിഖത്തു എന്നാണ്. ഹലക്ക എന്ന് പറഞ്ഞ തുടച്ചു നീക്കണേനെ പറയാ. അസൂയ എന്ന് പറഞ്ഞ നിങ്ങൾ മനസ്സിലായിക്കോളിയും, അത് തുടച്ചു നീക്കുന്നു പറഞ്ഞു. സ്വഹാബാക്കൾ ചോദിച്ചു, എന്തിനാണ് തുടച്ചു നീക്കുക ചോദിച്ചു. ഹാലിഖത്തുദ്ദീൻ, അവന്റെ ദീനിനെ തന്നെ എന്താക്കും, അസൂയ ഇല്ലാതെയാക്കുന്നതാണ്. ഒരാളോട് ഒന്നാണ്ട് പകയ വിദ്വേഷം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എന്താ ചെയ്യാ, എന്താ പറയാ, എന്തിനെ നിരാകരിക്കുക എന്നൊന്നും പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഇവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്നുള്ളത് എന്താണ്? അസൂയാണ് അവരെ ആ ഒരു തെറ്റിൽ ഉറപ്പിച്ചു നിർത്തിയ ഘടകമെങ്കിൽ നമ്മുടെ ലൈഫിൽ പ്രിയമുള്ളവരെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് അസൂയ. ഈഗോ, ഞാനെന്ന ഭാവം ഒന്നും നമുക്ക് വേണ്ട. നല്ല മനസ്സ് നമ്മൾ കാണിക്കുക, മനസ്സ് ശുദ്ധിയാക്കുക. ഞമ്മക്ക് പടച്ചു ഏകിയതൊക്കെ പടച്ചു നമുക്ക് തരുമോ? നമ്മൾ ഖദറിൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ അല്ലേ? റബ്ബ് നമുക്ക് കണക്കാക്കിയതൊക്കെ പടച്ചോൻ തരൂലേ? എന്റെ റിസ്ക് എത്രയെന്ന് റബ്ബ് നേരത്തെ കണക്കാക്കിയില്ലേ? ഇനി ഞാൻ ഹലാലായ നിലയ്ക്ക് അതിങ്ങനെ അന്വേഷിക്കുക, അതിന് സമയമാകുമ്പോ കിട്ടും. ഓൽക്കാർക്കെങ്കിലും കിട്ടി എന്നുള്ളതുകൊണ്ട് എനിക്ക് കുറയോ? നമ്മളെ കൂടെ പഠിച്ച ആള് ഭയങ്കര സമ്പന്നനായി, അതിന് അത് അവന്റെ ഏടിൽ പടച്ചു രേഖപ്പെടുത്തിയതാണ്, അവനക്കൊരു പരീക്ഷണമാണ് അത്. മനസ്സിലായില്ലേ? നമുക്ക് ഈ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ റബ്ബ് നമുക്കത് തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലാതെ അവനെ കാണുമ്പോൾ നമുക്ക് എന്താക്കേണ്ടല്ല, അസൂയ വെക്കേണ്ട കാര്യമില്ല. ഞാൻ അവനൊരു അസൂയ ഉണ്ടെന്ന് കൂട്ടിക്കോ, നമ്മൾ അവനോട് അസൂയപ്പെടാന്ന് കൂട്ടിക്കോ. അപ്പൊ അവൻ നമുക്ക് നല്ലൊരു കാര്യം പറഞ്ഞു, അത് സ്വീകരിക്കാനുള്ള മനസ്സ് കാണും. കാരണം എന്താ, അവനോട് എനിക്ക് അസൂയ ഉണ്ട്. അവൻ നല്ലൊരു തെറ്റ് നമുക്ക് തിരുത്തി തന്നത്, പറഞ്ഞത് അവനായതുകൊണ്ട് ഞാൻ കേൾക്കൂല. അപ്പൊ എന്തായി, അസൂയ ഉള്ളത് കൊണ്ട് നേർമാർഗത്തിലേക്ക് കയറാനുള്ള വണ്ടി എന്തായി, റൂട്ട് മാറി ഓടുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്നും ഒരു ഇത്തിക്കണ്ണി പോലെ പടർന്നു പന്തലിക്കുന്ന ക്യാൻസറിനേക്കാൾ മാരകമായ പ്രശ്നങ്ങൾ ഇരു ലോകത്തും നമുക്ക് സമ്മാനിക്കുന്ന സ്വഭാവ വൈകല്യവും ദൂഷ്യവുമാണ് യഥാർത്ഥത്തിൽ ഏത്? അസൂയ. അള്ളാന്റെ റസൂല പറഞ്ഞ ദീനിനെ തുടച്ചു നീക്കുന്നുള്ളത് അങ്ങനെ തന്നെ മനസ്സിലായിക്കളി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, അടുത്തൊരായത്തും കൂടി നമുക്ക് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. وما أمروا إلا ليعبدوا الله مخلصين له الدين. مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. യെസ്, അല്ലാഹ് പറയാണ്, വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂ, എന്തിനുകൊണ്ടല്ലാതെ, ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ. ആർക്ക്? യഅ്ബുദുല്ലാഹ, അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ. എങ്ങനെയായിക്കൊണ്ടല്ലാതെ? മുഖ്ലിസീന. എന്ത് മുഖ്ലിസ് പറഞ്ഞാല്? ഇഖ്ലാസോട് കൂടെ എന്നാണ്.
നമ്മൾ എന്തെങ്കിലും ഇബാദത്ത് എടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, അതെങ്ങനെ ആകണം എന്ന് പറയുന്നത് ചുരുക്കം ഇഖ്ലാസോട് കൂടെ ആകണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്കളങ്കത അല്ലേ? ഇപ്പോ പിന്നെ എന്താ പറയാ, പാലിന് പറയും ലബനു ഖാലിസ്, കലർപ്പില്ലാത്തത്, വേറൊന്നും കലരാത്തത് അല്ലെ? പാലെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ എന്താ പറയാ, ആ യൂറിന്റെയും അതേപോലെ തന്നെ ബ്ലഡിന്റെ ഇടയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കുന്നത്, പാലിനോട് കൊണ്ടുവരുന്നത്. ഖാലിസാക്കി. പക്ഷെ അതില് യൂറിന്റെ സ്മെല്ലുണ്ടോ? ബ്ലഡിന്റെ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഒന്നും കലരാത്ത തരത്തിലാണ് ഖാലിസ്, ലബനും ഖാലിസ്. യെസ്, എന്നതുപോലെ ആകണം എന്നാണ് നമ്മളെ ഇബാദത്ത്. എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് വേണം? ഇഖ്ലാസ് വേണമെന്നാണ്. ഇഖ്ലാസ് ഇല്ലാതെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാം? ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, അത് ഇഖ്ലാസോട് കൂടെയാണോ ചെയ്തത് ഇല്ല അല്ലേ എന്നുള്ള എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? പണ്ഡിതന്മാര് പറഞ്ഞ സൂത്രവാക്യം എന്താണെന്നറിയോ? ഈ ഒരു കാര്യം ചെയ്തു, നീ ഒരു ചെയ്ത കാര്യത്തിൽ ആളുകൾ നിന്നെ മദ്ഹ് ചെയ്തു, നിന്നെ മദ്ഹ് സ്വാധീനിക്കൂല. ഈ ഒരു കാര്യം ചെയ്തു, ആളുകൾ നിന്നെ ആക്ഷേപിച്ചു, ആ ആക്ഷേപം ആ പ്രവർത്തനത്തിൽ നിന്നും എന്താക്കൂല, നിന്നെ പിറകോട്ട് അടിപ്പിക്കൂല എന്നാണ്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യാനുള്ള ചെയ്തു, ആരും ബോധിപ്പിക്കാനല്ല, റബ്ബിനെ ബോധിപ്പിക്കാൻ. ഇനി മദ്ഹ് ചെയ്യുമ്പോൾ പോലും നമ്മൾ എന്താ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പെങ്ങളും ചെയ്തു ഉഷാറായിട്ടോ അടിപൊളിയായിട്ടോ എന്ന് പറയുമ്പോൾ, പടച്ച റബ്ബെ കൂലിയൊക്കെ ഇവിടുന്ന് പോകുമോ? റബ്ബെ അൽഹംദുലില്ലാ സ്വീകരിക്കണേ റബ്ബെ, അള്ളാഹ് സ്വീകരിക്കട്ടെ. നമ്മള് ഞാനല്ലല്ലോ ഉഷാറാണേ, ഞാൻ പിന്നെ പറഞ്ഞാൽ അത്രയൊക്കെ ആളല്ലേ, നമ്മളിപ്പോ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാകുമ്പോ പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാവൂലേ. ഇന്ന് മോട്ടറാകാൻ നിൽക്കണ്ട, ആരെല്ലാം എന്തെങ്കിലും പറയുമ്പോ മനസ്സിലേ, മോട്ടറാകണ്ട. അപ്പൊ തന്നെ എന്താക്കണം, നമ്മൾ ബേജാറാണ്, അല്ലെ നമ്മൾ മദ്ഹ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബേജാറാകണം. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ, പടച്ചോനെ ഒരു പറയുന്ന വിഷയത്തിന് പിടികൂടരുതേ. വഖ്ലുഫ് ലി ഖൈറൻ മിമ്മാ യദുന്നൂൻ, ഒരു വിചാരിക്കുന്നേക്കാൾ നല്ലത് എനിക്ക് പകരം നൽകണേ. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. മനസ്സിലേ? ഒരാളെ ആക്ഷേപിച്ചു, എന്റെ കഥ ചെത്തായി കാട്ടെന്ന് പറഞ്ഞാണ്ട് 4 ഡയലോഗ് അടിച്ചു, നമുക്ക് ആകെ ചടച്ചു. വേണ്ട, ചടക്കണ്ട, നമ്മൾ ആരും ഇതൊക്കെ വേണ്ടി ചെയ്താണോ? അല്ല, നമ്മൾ റബ്ബിന്റെ ഉദ്ദേശിക്കാണ്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. കർമ്മങ്ങളുടെ ആത്മാവാണ് യഥാർത്ഥത്തിൽ എന്ത്? ഇഖ്ലാസ്. എത്ര വലിയ ത്യാഗം ഉണ്ട് എന്നുണ്ടെങ്കിലും ത്യാഗം എത്ര എന്നുള്ളതല്ല പടച്ചു നോക്കുക, റിസൾട്ട് അല്ല പടച്ചു നോക്കുക, അള്ളാഹ് എടുക്കാൻ നോക്കുക. ഹിജറക്ക് ഒരുങ്ങുന്ന സമയത്തല്ല ഇന്നമലാമാല് ബിന്നിയാത്ത് പറഞ്ഞു അള്ളാഹ് റസൂല്. ഏതപ്പ സംഭവം ആലോചിച്ച് നോക്കി, ആരാ ഇറങ്ങണത്? ആദർശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിറന്നു വീണ നാടും കളിച്ചു പിന്നെ എന്താ വളർന്ന എല്ലാം ഒഴിവാക്കി, നാളിതുവരെ സമ്പാദിച്ചതെല്ലാം ഒഴിവാക്കി കണ്ട് നബിന്റെ കൂടെ ഇറങ്ങുമ്പോഴാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു കൊടുക്കണേ. പിന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്താട്ടോ, സംഗതി നിങ്ങൾ എടുക്കണ റിസ്ക് എനിക്കറിയാം, എത്ര വലിയ പ്രയാസങ്ങളെ മനസ്സിലുള്ളത് എനിക്കറിയാം. ആരുടെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒന്ന് അല്ലാത്ത അവിടെ എത്തിങ്ങാണ്ട് അതിന്റെ ബാക്കി അങ്ങനല്ലേ? എന്താ, ആരെങ്കിലും മദീനത്ത് എത്തിങ്ങാണ്ട് ഒരു പെണ്ണൊക്കെ എത്തിങ്ങാണ്ട് സൂചിച്ചിങ്ങനെ കൂടാ എന്നുള്ള നിലക്കണപ്പ് പോരുന്നുണ്ടെങ്കിൽ ഓൽക്ക് അതേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഹിജറ ചെയ്തിട്ട് ലേവലേശം കൂലി എന്താവില്ല, കിട്ടൂല എന്നാണ്. കാടും മേടും ഒക്കെ കടന്ന് യാത്ര ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന സ്വഹാബാ കിറാമിനോട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോടൊക്കെ എത്ര പരിണാലിച്ചോക്കണം. അതുകൊണ്ടാണ് ആ ഹദീസാണ് പണ്ഡിതന്മാരൊക്കെ, മിക്ക പണ്ഡിതന്മാരും ആദ്യം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യം എഴുതുന്നത് അതായിരിക്കും. എന്ത്? അവരുടെ നഫ്സിനെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, എന്റെ നിയ്യത്ത് പാളിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഹിജറ എന്താ വെച്ച് കഴിഞ്ഞാല്, ഹിജറ എപ്പോഴും ഉണ്ടല്ലോ. ഹിജറ എന്നുള്ളത് എന്താണ്? ആ നിലക്ക് പഠിപ്പിക്കപ്പെട്ട സംഗതിയാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് കൊണ്ടടക്കാനോ അതാക്കാനോ ഒന്നും എന്തില്ല, വല്ല പ്രശ്നമുണ്ടോ? നിലവിൽ ഇല്ലാത്തൊരു ഘട്ടം വരുമ്പോ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇടങ്ങറായെന്ന് പറയാൻ പറ്റൂല എന്നാണ്. അപ്പോൾ മലക്കൾ ചോദിക്കുന്നതാണ്, എന്ത് പറ്റിയ നാടുണ്ടായിരുന്നില്ല, അങ്ങോട്ട് പോയിക്കൂടെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്തില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. പ്രയാസം തന്നെയാണ്. ആ നിലക്കാകുമ്പോ മാറേണ്ടി വരും. അല്ലാഹു അലം. ഏതായിരുന്നാലും പിന്നെ ഇതിലേക്ക് വരാം. അപ്പൊ കർമ്മങ്ങളുടെ ഒരു ആത്മാവാണ് യഥാർത്ഥത്തിൽ എന്ത്? യെസ്, അത്
പണിയാണ് കേട്ടോ, നല്ല റിസ്ക് ആണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നെയ്യത്തൊന്ന് ശരിയാക്കാനാണ്. ഇതിങ്ങനെ മാറും. മുക്കല്ലിബുൽ ഖുലൂബ്, കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മാറി മറിയല്ലേ. എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ, നല്ലൊരു കാര്യം ചെയ്യാനാകുമ്പോഴേക്കും പിശാച് വരും. അതിന് എന്തെങ്കിലും ഭൗതികപരമായിട്ടുള്ള ലാഭം നമ്മൾ മനസ്സിൽ തരും. അപ്പൊ നമ്മുടെ ശ്രദ്ധ എന്താ മകക്കൊണ്ട് പോറും. അപ്പൊ അതിനെ പിടിച്ച് കണ്ട് ഇങ്ങടനെ പിടിച്ച് ഇവിടെ കെട്ടി അടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി ഫാക്ടറാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തത് നെയ്യത്തിനൊന്ന്, എന്തൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും നെയ്യത്തിങ്ങനെ പാടുമ്പോ അതിനെ പിടിച്ചൊന്ന് കെട്ടിടാനാണ്. അതിന്റെ അർത്ഥം എന്താ? എന്ത് കാര്യം ചെയ്യുമ്പോഴും ഉണ്ടാകണ്ടേ? ഉണ്ടാകണം. ഇന്നമാലിക്കുല്ലിംബിമാനവ എന്ന് പറഞ്ഞു പ്രവാചന സുസ്മ. അതൊക്കെ അതാണ്, ആർക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. അപ്പൊ ഇന്നമൽ അമാല് ബിന്നിയാത്തിന് പണ്ഡിതന്മാർ വിശേഷിച്ച് പറയുന്നുണ്ട്, എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നെയ്യത്ത് വേണം. നെയ്യത്താണ് ശരിക്കും എന്താക്കൽ, ഒരു കാര്യത്തെ സുന്നത്താണോ വാജിബാണോ ഒക്കെ തീരുമാനിക്കും. ഇപ്പൊ നമ്മള് സുബൈക്ക് പള്ളിയിൽ പോയി ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുന്നു അല്ലെ, അതിനുശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഒക്കെ ഒരേ പോലെ അല്ലേ, ഒരേ പ്രവർത്തനല്ലേ. പക്ഷെ ആദ്യത്തെ 2 റക്അത്ത് റവാത്തിബ് ആണ്, അതിന് കൂലി വേറെയാണ്. ശേഷം അതേ സാധനം നിർവഹിക്കുന്നത്, പക്ഷെ അതിന്റെ കൂലി വേറെയാണ്. അപ്പൊ ഈ 2 കൂലി തരണോ തരേണ്ടത് എങ്ങനെ തീരുമാനിക്കുക? നമ്മുടെ ആദ്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നണം എന്ത്, ഈ സാധനം റവാത്തി പുസ്കാരാണ്, അല്ലെങ്കിൽ ഇത് തഹിയ്യത്താണ്, ഇത് എന്റെ മേല് നിർബന്ധമാക്കപ്പെട്ട പറയപ്പെടിക്കൊന്നും വേണ്ട, പക്ഷെ മനസ്സിൽ എന്ത് കരുതണം, അപ്പോഴെന്താവുള്ളൂ, കൂലി ഉണ്ടാവുള്ളൂ എന്നാണ്. ഇതുണ്ടല്ലോ, ശരിക്കും നമ്മൾ അളന്ന് മുറിച്ച് ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് നെയ്യത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ ചില്ലറ നേട്ടമൊന്നുമല്ല നമുക്ക് കിട്ടുക. ചില്ലറ നേട്ടമൊന്നുമല്ല, ചില്ലറ നേട്ടമല്ല. നമ്മുടെ ജീവിതം തന്നെ ഇബാദത്താക്കി മാറ്റാൻ പറ്റും നെയ്യത്തുണ്ടെന്നുണ്ടെങ്കിൽ. പണ്ഡിതന്മാര് പറയാറുണ്ട്, ആദാത്തു അഹ്ലിൽ യഖ്ലതി ഇബാദാത്തുൻ വ ഇബാദാത്തു അഹ്ലിൽ ഗഫ്ലതി ആദാത്തുൻ. ഭയങ്കരമായൊരു സംഭവമാണ്. എന്താ? നല്ല ഓർമ്മയുള്ള നെയ്യത്തിനെ കുറിച്ച് എന്തിനും പരലോകത്ത് അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ ചെയ്യുന്ന ദിനചര്യകൾ പോലും ഇബാദത്താക്കി മാറ്റാൻ പറ്റുന്നു. ദിനചര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പല്ലേക്കണ്, മോറകണ്, കുളിക്കണ്, നലക്കണ്, ബാത്റൂം പോകണ്, ഭക്ഷണം കഴിക്കണ്, റെസ്റ്റ് എടുക്കണ്, യാത്ര ചെയ്യണ്, വസ്ത്രം ധരിക്കണ്, അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ ദിനം പ്രതി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇബാദത്താക്കി മാറ്റാൻ പറ്റുന്നു. ആർക്ക്? നെയ്യത്തിന്റെ അടിസ്ഥാനത്തില് ഇബാദത്താക്കി മാറ്റാൻ പറ്റുന്നതാണ്. എന്താ? ഓരോ കാര്യം ചെയ്യുമ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് ചെയ്യാ. പല്ലേക്കുമ്പോൾ സുന്നത്തുണ്ട്, ബാത്റൂമിൽ സുന്നത്തുണ്ട്, വരുമ്പോൾ സുന്നത്തുണ്ട്, വസ്ത്രം ഇടാൻ സുന്നത്തുണ്ട്, പിന്നെന്താ പറയാ, വാഹനം ഓടിക്കുമ്പോ അതിന് മര്യാദകളുണ്ട് അല്ലെ, ചൊല്ലി പറയലും കാര്യങ്ങളൊക്കെ അല്ലേ, എല്ലായിടത്തും പ്രത്യേക സുന്നത്തുകളല്ലേ. അപ്പൊ അതൊക്കെ ചെയ്യാ. ഞാനെന്തിനാ ഭക്ഷണം കഴിക്കണ? എനിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഭക്ഷണം കഴിച്ചാലേ ആരോഗ്യം നിലനിൽക്കുള്ളൂ. എന്തിനാ അപ്പത്തിന് പോയി കടന്നുറങ്ങണം? ഇപ്പൊ ഉറങ്ങിയാലേ പിറ്റേ ദിവസം സുബഹി നല്ല നിലക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ സാധനങ്ങൾ മറ്റൊരു വിഭാഗത്തിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഒക്കെ കൂലിയാണ്. ഈവൻ എത്രത്തോളം എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ ഏറ്റവും കൂടുതൽ കൂലിട്ടുന്ന സ്വതക്ക ഏതറിയോ? നമ്മൾ കുടുംബത്തിനോട് ചെലവഴിക്കണമെന്നാണ്. നമ്മൾ സാധാരണ പറയും, ഇപ്പൊ ഒരു 3ാമത്തെ കാഴ്ച ഏകദേശം എല്ലാവരുടെ അക്കൗണ്ടും, മിക്ക ആളുകളുടെ അക്കൗണ്ടും വറ്റിയുണ്ടാവും, ചില ആളുകളുടെ ഒക്കെ അല്ലേ. ചിലപ്പോ ഇങ്ങനെ അവിടുന്ന് റോൾ ചെയ്യണ സമയമായി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ പറയാം എത്ര കാലമായി സംഭവിച്ചത്, എവിടെ എന്താ ചെയ്യാ, ഇങ്ങനെ കുടുംബം ഇങ്ങനെ ജീവിച്ചു പോയി, അത് എവിടെയും പോയിട്ടില്ല. നമ്മൾ അക്കൗണ്ടിൽ നിന്നാണ് ഡെബിറ്റായി, ഇൻഷാ അല്ലാഹ് ബിദ്നില്ലാഹി വ തൗഫീഖിഹി. അതൊക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്കാല ദർറത്തിന്റെ തുലാസ് തൂങ്ങാണ്ട് പറഞ്ഞില്ലേ, അവിടേക്ക് അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ശരിക്കുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് ആ സാധനം പോയിട്ടുണ്ട്. എന്തുണ്ടെങ്കിൽ പോകും. ലോകത്തിലെല്ലാ മനുഷ്യന്മാരും കുടുംബത്തെ പോയിട്ടില്ലേ അല്ലേ? അവിശ്വാസികളൊക്കെ ചെയ്യണില്ലേ? പക്ഷെ അവിശ്വാസികൾക്ക് വല്ലതും കിട്ടാണ്ടോ? ഒരിക്കാ 5000 തന്നെ ഉണ്ടാവുള്ളൂ, ഒരിക്കാ ബാധ്യതകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കതല്ല. കുടുംബത്തെ പുലർത്തുന്ന ആളുകൾ നല്ല ഭാഗ്യവാന്മാരാണ്. ശരിക്ക് മഹാന്യമായിക്കൊണ്ട് കുടുംബത്തെ പുലർത്തുക. അതുകൊണ്ട് എന്താ അറിയാം, നിങ്ങള് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, പെട്ടെന്നൊരു ബില്ലായി, സംഗതി നമ്മൾ കടം കാര്യങ്ങളൊക്കെ മേടിച്ചങ്ങാണ്ടൊക്കെ ചെയ്യുന്നുണ്ടാകുക. പക്ഷെ അപ്പോഴും നമുക്ക് എന്താ, ആ കൊടുത്ത മുതല് പണ്ടറങ്ങാനായിട്ട് ഓരോ വണ്ടി മുസീബത്തും പിരാഗി പറഞ്ഞത് പോകും. പിരാഗി പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകും. അപ്പൊ എന്താണ് മനസ്സിൽ വേണ്ടത്? പടച്ചോനെ ഇതുമ്പോ നിർത്തി തന്നല്ലോ ഞാനിപ്പോ ബില്ലടച്ചിട്ട് ഉമ്മാനെ നോക്കാൻ വേണ്ടിട്ടല്ലേ, ഈ പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ ഉമ്മാനെ നോക്കണത്. അതുകൊണ്ട് പടച്ചോനെ ഇതിനൊക്കെ ഈ പകരം തരണേന്ന് എന്താക്കിയത് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ ചെലവാക്കുമ്പോഴൊക്കെ മലക്കൾ വന്നു നമുക്ക് പ്രാർത്ഥിക്കുന്നതാണ്, മലക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയിട. മനസ്സിലായില്ലേ? ഒന്നും നമുക്ക് നഷ്ടാവൂല, എല്ലാത്തിനും കിട്ടും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, പെങ്ങന്മാർ, സഹോദരിമാർ, രാവിലെ നീച്ച് വൈകുന്നേരം വരെ പണി തന്നെയല്ലേ അല്ലെ? ഹൗസ് വൈഫ് എന്നാണ് ഓമന പേര്.
ഹൗസ് വൈഫ് അല്ലേ? ആ, എത്ര പണി രാവിലെ നീക്കുക. നമ്മൾ പറയും നമുക്ക് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചിലപ്പോൾ ഒരു ഒഴിവ് കിട്ടും. നമുക്ക് ചിലപ്പോൾ കുറച്ചു നേരം കടന്നുറങ്ങാൻ പറ്റും. ഐറ്റുകൾക്കോ നമുക്ക് എപ്പോഴാണ് ഒഴിവ് അപ്പോഴേക്കും ഓൽക്ക് കൂടുക, പണി കൂടുക. സ്കൂളിലാത്ത ശരിക്ക ഓൽക്ക് പണി കൂടുക ആണല്ലോ. രാവിലെ ഓണാക്കണ മെഷീന് അന്ത്യാഗോളം അത് ഓട് തന്നെയാണ് ആണല്ലോ. ഇനി എന്തെങ്കിലും വെച്ചുകൊണ്ടെങ്കിൽ അപ്പൊ ആദ്യം ഓണാണ് മെഷീൻ പോലെ തന്നെയാണ്. ഈ പെടാപ്പാടിനൊക്കെ കൂലിയുണ്ടോ? ഉണ്ട്. ഈ പെടാപ്പാടിനൊക്കെ എന്തുണ്ട്? കൂലിയുണ്ട്. എങ്ങനെ ആകണം? ഇഖ്ലാസ് ഉണ്ടാകണം. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ശപിച്ചും പിരാഗിയും പറഞ്ഞങ്ങാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവൂല കേട്ടോ. ഭർത്താവ് വന്നു ഒരു ഗ്ലാസ് ചായ ആട്ടി പറഞ്ഞു എന്നാണ് കൊണ്ട് മോന്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പോയി കിട്ടി. അതല്ല, ഇതെന്റെ കടമയാണ് അല്ലേ? വീടുമായി ബന്ധപ്പെട്ട കാര്യം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്, അത് ഞാൻ കൃത്യമായി കൂടെ നിർവഹിക്കണം എന്ന് പറയുമ്പോൾ അത് ഇബാദത്താണ്. അത് ഇബാദത്താണ്. എന്ത് വേണം? മനസ്സിനുള്ളിൽ ആ ഒരു നിയ്യത്തും വേണം. ചെയ്യണത് ആരും ബോധിപ്പിക്കാനാകരുത്, പടച്ചോനെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യാം. എന്ത് കാര്യത്തിൽ അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, നമ്മുടെ ജീവിതം തന്നെ വേറെ റേഞ്ച് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാറ്റിലും നമുക്ക് എന്ത് കിട്ടും? ഒരു 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 തൃപ്തി കിട്ടും. ഒരു ദിവസം മുതലായത് തോന്നും. ഒരു ദിവസം മുതലാകണമെന്നുണ്ടെങ്കിൽ രാത്രി ഇങ്ങനെ ആകുമ്പോൾ 4 ഗാന്ധിത്തല തന്നെ അവിടെ വന്ന് കയറണമെന്നൊന്നുമില്ല. അതൊരു ഏരിയ മാത്രമാണ്. പൈസ എന്നുള്ളത്, പണം എന്നുള്ളത് എന്താണ്? ഒരു 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 ഏരിയ മാത്രമാണ്. മറ്റെന്താ? ഒരു ദിവസം മുതലാകൽ ഇങ്ങനെയൊക്കെയാണ്. പരലോകത്തേക്ക് ഞാൻ എന്താ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു നെയ്യത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഓട്ടം മുഴുവൻ നമ്മൾ കുടുംബത്തിന് ഓടിയതാണ് അല്ലേ? അവരാണെന്നുണ്ടെങ്കിൽ ആ നിലയ്ക്ക് ജീവിച്ചവരാണ്. നമ്മുടെ ഒരു ദിവസം പോലും നമുക്ക് നഷ്ടപ്പെടൂല ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി വ തൗഫീഖ്. അപ്പൊ ഇഖ്ലാസ് വേണം എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി എന്നുള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കിയ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനൊക്കെയുള്ള അപാരമായ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാ നിലക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ. കടമുള്ള ആളുകളുടെ കടം അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടി തരുമാറാകട്ടെ. രോഗം കൊണ്ടും മറ്റു മാനസിക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും വ്യതകൾ പ്രയാസങ്ങൾ ദൂരീകരിച്ച് തരുമാറാകട്ടെ. ശാന്തിയും സമാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിലും ഒരുമിച്ചിരിക്കുന്ന തൗഫീഖ് റബ്ബ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ മരിക്കോളം പഠിക്കാനും അമലാക്കാനും ഒക്കെയുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. ഹാദാ ഹുവ ഇൻദി വല്ലാഹു അലം ബിസ്സവാബ് വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.